ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഞാൻ കുറേ കാലം കൊണ്ട് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു വ്ളോഗാട്ടോ. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റിയതും അപ്ലോഡ് ചെയ്യാൻ പറ്റിയതും കേട്ടോ. അങ്ങനെ ഇന്ന് സൺഡേ ആട്ടോ. അപ്പം ഞാനും ഏട്ടന് യൂഷ്വലി അത്യാവശ്യം നേരം വൈകും എണീക്കുമ്പം. പിന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്ലാക്ക് റൈസിൻസ് ഓവനായിട്ട് സോക്ക് ചെയ്ത് വെച്ചത് കേട്ടോ. കാരണം ഒത്തിരി അധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. പിന്നെ അത് കഴിച്ചതിന് ശേഷം ജസ്റ്റ് പുറത്തൊന്ന് ഇറങ്ങി വെയിലൊക്കെ കൊണ്ട് അതിന് ശേഷമായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവല്. അപ്പൊ ഇന്ന് വീട്ടില് ചിക്കൻ കറിയും ഉപ്മാവും ആയിരുന്നു കേട്ടോ. അതിന്റെ കൂടെ ഞാൻ ചായയും കുടിച്ച് പിന്നെ അതിന് ശേഷം മാറ്റിയിട്ട് ഞാനും ഏട്ടനും കൂടി ഇവിടെ അടുത്തുള്ളൊരു ഫ്ലവർ ഷോപ്പിലേക്ക് ആയിരുന്നു കേട്ടോ പോയത്. അവിടെ ഭയങ്കര കുറെ നല്ല ഭംഗിയുള്ള എന്താ പറയുക ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ നിന്ന് ഞാൻ വാങ്ങിയത് ഈ ഫ്ലവർ ആട്ടോ. കാരണം കുറേ ആയി ഞാൻ അവിടെ ഇടക്കിടക്ക് പോയി ചോദിക്കുന്നത് വന്നോ എന്ന്. അപ്പോഴൊക്കെ ഒരു പറയും വന്നില്ല എന്ന്. അങ്ങനെ ഇപ്പം ഞങ്ങൾ അത്യാവശ്യം കുറച്ച് വാങ്ങിയിട്ട് നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ആയിരുന്നു കേട്ടോ പോയത്. അവിടുന്ന് പിന്നെ സൺഡേസ് ആണല്ലോ മുമ്പൊക്കെ അധികം ടൈം കിട്ടുക ഇങ്ങനെ വാർഡ്രോബൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ. അങ്ങനെ അത്യാവശ്യം ഞാൻ ഇങ്ങനെ തുണി എടുക്കും, അത് മടക്കാണ്ട് അതേപോലെ തിരിച്ചു വെക്കും. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് കുന്നോളായി. ലാസ്റ്റ് ഏട്ടനോട് പറഞ്ഞ് ആ തുണികൾ മടക്കി വെക്കാണ്ട് എന്നെ ഇവിടെ കിടത്തി ഉറക്കൂലാന്ന്. അങ്ങനെ ഫൈനലി ഞാൻ തുണികളൊക്കെ മടക്കി വെക്കുന്ന കേട്ടത്. പിന്നെ തുണി മടക്കി വെക്കാൻ പ്രത്യേകിച്ച് ഒരു മടിയില്ലാത്തതും കൂടി ഞാൻ അപ്പം തന്നെ മടക്കി വെച്ചിട്ടു. ഏകദേശം പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും മടക്കി വെക്കാൻ തുടങ്ങിയില്ല, അപ്പം ഇത് മൊത്തമായിട്ടൊന്ന് വൃത്തിയാക്കാന്ന്. ആ സമയം കൊണ്ട് ഏട്ടൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും ഏട്ടനും ഒരേപോലെ ഇഷ്ടമാട്ടോ. ഇപ്പം ഞാൻ ഡ്രസ്സ് മടക്കുകയാണെങ്കിൽ ഏട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും, ഇപ്പം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏട്ടൻ ഡ്രസ്സ് മടക്കും. അങ്ങനെയാട്ടോ. പിന്നെ വാർഡ്രോബ് വൃത്തിയാക്കിയപ്പം ഏകദേശം എൻ്റെ 1, 2, 3 ഡ്രസ്സ് കഴുകി വെക്കാണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കഴുകുക കേട്ടോ. ഞാനിവിടെ കഴുകും, ഏട്ടൻ അവിടെ വലുപ്പം. അങ്ങനെ കേട്ടോ വാഷ് ചെയ്തത്. പിന്നെ എല്ലാ കാര്യത്തിലും ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്നു വിചാരിച്ചിട്ട് അതിൽ നാണക്കേട് വരേണ്ട യാതൊരു ആവശ്യമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കേസ് ആയിക്കോട്ടെ, ഞങ്ങൾ കല്യാണം കഴിയുന്നതിന് മുന്നേ ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് ഞങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചിട്ടൊരു കാര്യമാണ്, എന്ത് വർക്ക് ആയിക്കോട്ടെ ഞങ്ങൾ ഈക്വലി ഷെയർ ചെയ്തിട്ടാ ചെയ്യാന്ന്. കാര്യങ്ങൾ ഞങ്ങൾ ഇഷ്ടത്തോടെ അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു മാത്രം കേട്ടോ. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടല്ലോ. പിന്നെ ഞങ്ങൾ പുറത്തു പോയ സമയത്ത് ജസ്റ്റ് ഏട്ടൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ അത് ക്ലീൻ ചെയ്യാട്ടോ. ക്ലീൻ ചെയ്യുന്ന സമയത്ത് 1, 2 ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരാളുകൂടി ഉണ്ട്, അയാളെ കാണാനില്ല. അതിനോട് 2 ആൾ ജസ്റ്റ് തട്ടി ഉള്ളിലേക്ക് ആക്കുക കേട്ടോ. പിന്നെ ആ സമയത്ത് ഞാൻ അടുക്കളയിൽ പോയിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ചിക്കൻ കറി ഇങ്ങനെ കേട്ടോ. ഞങ്ങളെ നാട്ടിൽ ചിക്കൻ കറി ബ്രൗൺ ചിക്കൻ കറി. ഇവിടെ എത്തിയതിനു ശേഷം കേട്ടോ ഞാൻ ഈ റെഡ് ചിക്കൻ കറി കഴിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ ഫുഡ് കഴിച്ച എല്ലാ പണിയും ഏകദേശം കഴിഞ്ഞതിന് ശേഷം മേല് കഴുകിയിട്ട് നമ്മൾ വാങ്ങിയ ആ ഫ്ലവർ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് ആ ഫ്ലവർ വേസിലേക്ക് ആക്കാൻ നിൽക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ കുറേ ഇലകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇതെല്ലാം പാടെ അതിലേക്ക് അങ്ങനെ കയറി പോകില്ല. അതിനോട് ഞാൻ ജസ്റ്റ് അടിയത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പിച്ച് കളയാട്ടോ. എനിക്കിഷ്ടാട്ടോ റൂമിൽ ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെക്കാൻ. കാരണം എന്താ വെച്ചാൽ നമ്മളെ റൂമിന് തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും. ഭയങ്കര ഒരു പ്രത്യേക തരം വേറൊരു വൈബ് തന്നെയാട്ടോ. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ ദിവസമോ 1, 2 ദിവസം അങ്ങനെ ചെയ്ത് നോക്ക്. വേറെ തന്നെ ഒരു ഫീൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ആ ഫ്ലവർ എടുത്തിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാട്ടോ ഞാൻ വെക്കുന്നത്. കാരണം ആ ഒരു ഭാഗം വേറെ തന്നെ ഒരു ഭംഗിയാണ്. അതിനോട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയാവും. അതിനോട് ഞാൻ അവിടെ ജസ്റ്റ് വെക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ എടുത്ത് മാറ്റിയ ബേബി ബ്രീത്ത് ഞാൻ എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ വെച്ചത്. പിന്നെ സൺഡേസ് ഞങ്ങൾക്ക് ലീവ് കിട്ടുമ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ ഇരുന്ന് ഇങ്ങനെ കാണും കേട്ടോ. തിയേറ്ററിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വീട് തിയേറ്ററിനാണെന്ന് വിചാരിച്ചിട്ട് ഇന്റർവെൽ സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോ സ്നാക്സ് ഒക്കെ കഴിക്കും കേട്ടോ. എന്തോ അങ്ങനെ നല്ല രസമാണ്. എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്നൊരു ഉറക്കമൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഏട്ടനോട് പറഞ്ഞ് മുടി വെട്ടാൻ വേണ്ടി പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു സലൂണിലേക്ക് ആയിരുന്നു കേട്ടോ പോകുന്നത്. പിന്നെ ഏട്ടന് ഹെയർ കട്ട് ചെയ്യാനും എനിക്ക് ജസ്റ്റ് ഒന്ന് പിരിയും ത്രെഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. ഏട്ടൻ എന്തായാലും ഹെയർ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നേരം പിടിക്കില്ലോ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വേഗം പോയി പിരിയും ത്രെഡ് ചെയ്ത് വന്നിട്ടോ. പിന്നെ അവിടെ നിന്ന് എണീറ്റ് പുറത്താക്കിയിടാ. അവിടെ വേറെ ആള് വന്ന പിന്നോട് അവിടുന്ന് എണീറ്റ് പോയിക്കോളാൻ. പിന്നെ ഞാൻ നേരെ നമ്മൾ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്നിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ഏട്ടൻ്റെ ഹെയർ കട്ടൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ വേറെ തന്നെ ഒരു ഭംഗിയായിട്ടോ. എനിക്ക് കാണുമ്പം എന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ സമയത്ത് ഒന്നുകൂടി. പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏകദേശം 4:30, 4:45 ആ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനോട് പറഞ്ഞ് എന്തായാലും വന്നില്ലേ, പുറത്തുനിന്ന് ചായ കുടിച്ചിട്ട് വീട്ടിൽ പോവാന്ന്. ആ സമയത്ത് ഞങ്ങൾ ആ കഫേന്ന് ഓർഡർ ചെയ്തത് 2 പഴംപൊരിയും 1 ലൈമും പിന്നെ ഒരു ചായ ആയിരുന്നു കേട്ടോ. പഴംപൊരി പകുതി മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കില്ലേ, നല്ല രീതിക്ക് എണ്ണ വരും. അതിനോട് തന്നെ പകുതി മാത്രം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷവും ഞാനൊരു കപ്പ് ചായയും ഏട്ടനൊരു കോഫിയും കുടിക്കായിരുന്നു കേട്ടോ. ശരിക്കും ചായയും കോഫിയും ഇങ്ങനെ കുടിക്കരുതെന്ന് അറിയാം, എന്നാലും ചൂടത്തറിയാണ്ട് കുടിച്ച് പോകുന്ന കേട്ടോ. മെല്ലെ ഈ ഹാബിറ്റ് ഒന്ന് എനിക്ക് മാറ്റണമെന്നുണ്ട്. എന്തായാലും മാറുമായിരിക്കും. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആകുമ്പം ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാട്ടോ ആ ഒരു ഭാഗം കാണാൻ. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും പുറത്തൊക്കെ പോയി ആകെ മുഷിഞ്ഞാ വന്നത്, ജസ്റ്റ് ഒന്ന് തലയിൽ എണ്ണ തേച്ചൊന്ന് കുളിക്കാന്ന്.
അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ഒരു ബോട്ടിലാട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ കൈ കൊണ്ടേ ഇരുന്നു ആദ്യം യൂസ് ചെയ്തപ്പം തലേൻ്റെ എല്ലാ ഭാഗത്തും എത്താത്ത പോലെ എനിക്ക് തോന്നും. അതിനോട് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് അതിൽ മറ്റു കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ പോലത്തെ സാധനം കണ്ടില്ലേ, അങ്ങനെ ആക്കുമ്പോൾ മുടിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഡ് പാർട്ടാട്ടോ ഇത്. എന്താണെന്ന് എനിക്കറിയില്ല, ഇപ്പം ഭയങ്കര ഹെയർ ഫോൾ ആണ് എനിക്ക്. എന്താ റീസൺ എനിക്കറിയില്ല. ആദ്യം എനിക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, അത് ഏകദേശം ഒന്ന് റിക്കവർ ആയപ്പം അടുത്തത് ഇതത്. ചിലപ്പം സ്ട്രെസ് കൊണ്ടായിരിക്കാമല്ലേ, അതിനുശേഷം ഓവർ ആലോചിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വേഗം പോയി കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രഷ്നെസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരങ്ങളിലോ രാത്രികളിലോ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല സുഖമാണ് അങ്ങനെ കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കുളിച്ചപാടെ വൈകുന്നേരം ഒന്നും കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കൊണ്ട് എനിക്ക് ക്ലാസ് ഉണ്ടാവും, വൈകുന്നേരമാണ് ക്ലാസ് വരല്. അപ്പം ആ സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ പഠിക്കാനിരിക്കും. ഞാനിത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ കോച്ചിങ് തുടങ്ങിയിട്ട്. ആദ്യം ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം എക്സാമിന് 70 days ഉള്ളപ്പോഴാണ്. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോച്ചിങ് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഒന്നും എനിക്ക് തലയിൽ കയറുന്നില്ല കേട്ടോ. എന്താ അറിയില്ല, ചിലപ്പം നല്ലോണം ഇരുന്ന് പഠിക്കാത്തേ കൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. പക്ഷേ ഇനി ഓവർ സ്ട്രെസ് അടിച്ചിട്ടാണോ എന്താണെന്നും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ക്ലാസ്സിൽ അത്യാവശ്യം കുറേ നോട്ട്സ് ഉണ്ടാവും. അവർ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏകദേശം ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനൊക്കെ പറ്റും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ അവർ തന്നെ പറഞ്ഞു തരും നമുക്ക് എങ്ങനെയൊക്കെയാണ് നോട്ട്സ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് വന്നപ്പം പഠിക്കാനുള്ള ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ക്ലാസ് ഏകദേശം കഴിയാനായപ്പം ഏട്ടൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ. അന്ന് രാത്രി ഞാൻ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിനോട് ഞാൻ ജസ്റ്റ് ലാപ്ടോപ്പൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡിന് ഇന്ന് രാവിലത്തെ ചിക്കൻ കറിയും പിന്നെ എൻ്റെ സിസ്റ്റർ ഒരു ചിക്കൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും പപ്പടും കൂട്ടിയിരുന്നു കേട്ടോ കഴിച്ചത്. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം ഹെയർ കെയറും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര തിക്കുള്ള മുടിയാണ് അങ്ങനെയാണെന്നൊക്കെ. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ലിറ്ററലി ഒന്നുമില്ല. പിന്നെ സങ്കടപ്പെടാനൊക്കെ ആണെങ്കിൽ കുറേ ഉണ്ടടാ. നമ്മളതൊന്നും ആലോചിച്ച് സങ്കടപ്പെടാണ്ട് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സങ്കടപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസപ്പിയർ ആവും. പിന്നെ നമുക്ക് ഇല്ലാത്ത കാര്യം ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്നതിനെക്കാട്ടും ഭേദം നമുക്ക് ദൈവം തന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതിൽ പ്രൗഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഹാപ്പി ആവും. പിന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുടി ഇങ്ങനെ പിന്നിടും കേട്ടോ. ഞാൻ പണ്ട് മുതലേ അമ്മ ഇങ്ങനെ പറയും, കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുടി ഇങ്ങനെ പിന്നിടണം, എന്നാലേ മുടി വളരുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ മുടി ഇങ്ങനെ ലൂസാക്കിയിട്ട് പിന്നിട്ടിട്ടാട്ടോ കിടന്നുറങ്ങുക. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ പറഞ്ഞെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.